الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, പ്രത്യേകിച്ചും കേരളത്തിലെ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലുള്ള മലയാളികൾ മാത്രമല്ല, എല്ലാ മനുഷ്യരെയും ഒന്നടങ്കം വേദനിപ്പിച്ചൊരു ദുരന്തം, ആ ദുരന്തത്തിൻ്റെ വ്യത്യസ്തമായ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ സുപരിചിതമായ വയനാട് ജില്ലയിലെ ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിൽ സംഭവിച്ച ഉരുൾപൊട്ടൽ, അപകടത്തിൽ നൂറുകണക്കിന് ആളുകളാണ് മരണപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക്, അവരുടെ ബന്ധുക്കൾക്ക് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കരുത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപകടത്തിൽപ്പെട്ട് ആതുരാലയങ്ങളിൽ ചികിത്സയിൽ കഴിയുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. വീട് നഷ്ടപ്പെട്ട, സമ്പത്ത് നഷ്ടപ്പെട്ട, ജീവൻ തിരിച്ചു കിട്ടിയിട്ടും ജീവന തുല്യം സ്നേഹിച്ച മാതാപിതാക്കളെയും മക്കളെയും നഷ്ടപ്പെട്ട, കരയാൻ കണ്ണുനീരുകൾ മാത്രമായി സങ്കടങ്ങൾ പങ്കുവെക്കാൻ പോലും ആരുമില്ലാത്ത ദുരന്തത്തിൻ്റെ നേർക്കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ സത്യവിശ്വാസികളെന്ന നിലയിൽ അനിവാര്യമായും ഈ ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. മനുഷ്യരെന്ന നിലയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ
വലിയ ഔന്നിത്യം നേടിയവരാണ് നമ്മൾ. അത്ഭുതങ്ങൾ കാണിക്കുന്നവരും അത്ഭുതങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരുമാണ് നമ്മൾ. മനുഷ്യനെന്ന സൃഷ്ടി കണ്ടുപിടുത്തങ്ങളിലൂടെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യനെന്ന സൃഷ്ടിയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയൊരു കാര്യമുണ്ട്. വഖുലിക്കൽ ഇൻസാനു ദഈഫ. മനുഷ്യനെ സൃഷ്ടിച്ചത് ദുർബലനായിട്ടാണ്. മനുഷ്യന്റെ ദൗർബല്യം അവൻ തിരിച്ചറിയാത്തതാണ് മനുഷ്യൻ ധിക്കാരിയായി മാറുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ജനിച്ചു വീണ അന്നത്തെ ദിവസത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ ജനിച്ചു വീണ അന്ന് നമുക്ക് സ്വന്തമായി എഴുന്നേൽക്കാനോ ഭക്ഷണം കഴിക്കാനോ നേർക്കൊന്ന് നിവർന്നിരിക്കാനോ പോലും കഴിയാത്തൊരു കാലഘട്ടമായിരുന്നു അന്ന്. മനോഹരമായ കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള ചെവിയും പിടിക്കാനുള്ള കൈയും നടക്കാനുള്ള കാലും ശ്വസിക്കാനുള്ള വായു ഇതൊക്കെയും നമുക്ക് നൽകിയത്, ഘട്ടം ഘട്ടമായി മനുഷ്യനെ വളർത്തി വലുതാക്കിയത് ഏകനായ സർവാധിനാഥനായ റബ്ബാണ്. ആ റബ്ബിനെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതം നമ്മൾ നയിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമായ പരീക്ഷണങ്ങളിലൂടെ നമുക്ക് ബോധവൽക്കരണങ്ങൾ, ഉത്ബോധനങ്ങൾ, വാണിങ്ങുകൾ തന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. ഭൂമിയിൽ അഹങ്കാരത്തോടുകൂടി ജീവിക്കുമ്പോൾ ഏകനായ സർവാധിനാഥനായ റബ്ബിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ച് അനുഭവിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന് നന്ദി ചെയ്യേണ്ടതിന് പകരം അവനോട് നന്ദികേട് മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ചില പരീക്ഷണങ്ങൾ തന്നുകൊണ്ട് നമുക്ക് ചില വാണിങ്ങുകൾ നൽകും. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തു അൻകബൂത്തിലെ 40-ാമത്തെ വചനം, ഫകുല്ലൻ അഖദിനാ ബിദംബിഹി. ലോകത്ത് ഏതൊക്കെ സമൂഹങ്ങൾ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ടോ, ഫകുല്ലൻ അഖദിനാ ബിദംബിഹി, ആ സമുദായങ്ങളെ മുഴുവൻ പിടിക്കപ്പെട്ടത് അവരുടെ തിന്മകൾ കാരണത്താലാണ്, അവരുടെ അധർമ്മങ്ങൾ കാരണത്താലാണ്, അവരുടെ അനീതി കാരണത്താലാണ്, അവരുടെ വികൃതമായ മനസ്സും പ്രവർത്തനവും കാരണത്താലാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ, നാം കൊടുങ്കാറ്റ് കൊണ്ട് പരീക്ഷിച്ച സമൂഹമുണ്ട്. വമിൻഹും മൻ അഖദതുഹു സ്വൈഹ, അതേപോലെ തന്നെ അതിശക്തമായ ഘോര ശബ്ദം കൊണ്ട് നാം പരീക്ഷിച്ച സമൂഹമുണ്ട്. വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള, ഭൂമി പിളർത്തി അതിലേക്ക് മനുഷ്യരെ ഇട്ട് മൂടി നശിപ്പിച്ച സമൂഹവും അവർക്കിടയിലുണ്ട്. വമിൻഹും മൻ അഗ്റഖ്നാ, അതേപോലെ തന്നെ വെള്ളത്തിൽ മുക്കി മരണപ്പെടുത്തിയ കൊലപ്പെടുത്തിയ സമൂഹവും അവരിലുണ്ട്. എന്നിട്ട് ഖുർആൻ പറയുന്നൊരു കാര്യമുണ്ട്, വമാ കാന അല്ലാഹു ലിയദ്ലിമഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കാരുണ്യവാനാണ്, അവൻ ഒരാളോടും അക്രമം ചെയ്തിട്ടില്ല. എന്നിട്ട് ഖുർആൻ പറയുന്നത്, വലാകിൻ കാനു അൻഫുസഹും യദ്ലിമൂൻ, അവർ അവരോട് തന്നെയാണ് അവർ അക്രമം ചെയ്തത് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അവർ അനുഭവിക്കേണ്ടി വന്ന പരീക്ഷണങ്ങൾ അവരുടെ കൈകൾ നിമിത്തമാണ് അവർ അനുഭവിക്കേണ്ടി വന്നത് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു പരീക്ഷണവും നമ്മൾ തിരിച്ചറിയേണ്ടത്, വിശ്വാസികളെ, മുസ്ലിം സഹോദരങ്ങളെ, നമ്മുടെ ചെയ്തി കൊണ്ടാണ് നമ്മൾ ആ പരീക്ഷണം അനുഭവിക്കുന്നത് എന്ന കൃത്യമായ ബോധ്യമാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, മനുഷ്യൻ ചെയ്യുന്ന അക്രമം കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ശിക്ഷിക്കുകയാണെങ്കിൽ ഭൂമിയിൽ ഒരാളും ബാക്കിയാവാത്ത വിധത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇവിടെ ഇറങ്ങുമായിരുന്നു. നിങ്ങൾ നോക്കൂ, ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തു ഫാത്തിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 61-ാമത്തെ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലൗ യുആഖിദുല്ലാഹു അൻ-നാസ ബിളുൽമിഹിം, മനുഷ്യന്മാരൊക്കെ ചെയ്യുന്ന അക്രമം കാരണത്താൽ അവരെ പിടിച്ച് ശിക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹിന്റെ ഖുർആൻ പറയാൻ, മാ തറക അലൈഹ മിൻ ദാബത്തിൻ, ഭൂമിക്ക് മുകളിൽ ഒരു ജീവിയും ഉണ്ടാകുമായിരുന്നില്ല, ഒക്കെ പടച്ചോ നശിപ്പിക്കുമായിരുന്നു. എന്നിട്ട് ഖുർആൻ പറയുന്ന ഒരു വാചകമുണ്ട്, വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ, ഒരു നിശ്ചിത അവധി വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവധി കൊടുക്കുകയാണ്. ഫഇദാ ജാഅ അജലുഹും, അങ്ങനെ അല്ലാഹുവിന്റെ അവധി വന്നാൽ ലാ യസ്തഖിറൂന സാഅതൻ,
വലാ യസ്തഖ്ദിമൂൻ. ഒരു സെക്കൻഡ് പോലും, ഒരു മൈക്രോ സെക്കൻഡ്, ഒരു നാനോ സെക്കൻഡ് പോലും അള്ള വിധിച്ച വിധിയിൽ നിന്ന് ഒരിക്കലും പിന്തിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഓരോ സെക്കൻഡിലും ഓരോ മനുഷ്യരും ചെയ്തു കൂട്ടുന്ന തിന്മകൾ എത്രയാണ്. നന്മകൾ വളരെ തുച്ഛമാണ്, തിന്മകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്മയേക്കാൾ കോടിക്കണക്കിന് തിന്മയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും മനുഷ്യരെ ശിക്ഷിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ സഹോദരങ്ങളെ? പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ സഹോദരങ്ങളെ? ഒരിക്കലുമില്ല. മറിച്ച് അവർ തിന്മയിൽ ആപതിച്ച് കിടക്കുന്ന ചില ഘട്ടങ്ങളിൽ ഒരു ഉണർത്തലുണ്ട്. ആ ഉണർത്തൽ മാത്രമാണ് ഇത്തരം ദുരന്തങ്ങളെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നത് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. മാത്രമല്ല സഹോദരങ്ങളെ, എത്ര പഠിച്ചിട്ടെന്താ, എത്ര ഉന്നതമായ ഔന്നിത്യങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ കയ്യിലുണ്ടായിട്ടെന്താ? അള്ളാഹുവിൻ്റെ മുമ്പിൽ, അവൻ്റെ ദുരന്തങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ നിസ്സഹായതയും നിസ്സാരതയുമാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഞാൻ ഇത്രയേ ഉള്ളൂ. അള്ളാഹുവാണ് ഏകൻ, അവനാണ് മാലിക്കുൽ മുലൂക്ക്, അവനാണ് അൽ ജബ്ബാർ, അവനാണ് അൽ ഖദീർ, അവനാണ് റഹ്മാൻ. ഞാൻ അവൻ്റെ മുമ്പിൽ കീയൊതുങ്ങേണ്ടവനാണ്, കീയൊതുങ്ങേണ്ടവനാണ്. ഞാൻ എപ്പോഴും അവനിലേക്ക് ആവശ്യക്കാരനാണ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരനാണ് എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു എന്ന വാചകം ഒരിക്കലും പ്രിയപ്പെട്ടവരെ നമ്മൾ മറക്കാൻ പാടില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ആയത്തിൽ നമുക്ക് കാണാം. ആയത്തോതി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫ. ചില പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത് അത് മനുഷ്യരെ ഭയപ്പെടുത്തുവാനാണ്, പേടിപ്പിക്കുവാനാണ്. ഇങ്ങനെയൊക്കെ വരാനുണ്ട് എന്ന കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തുവാനാണ്. ദുനിയാവിൽ മതിമറന്ന് ജീവിക്കുമ്പോൾ സെക്കൻഡുകൾ കൊണ്ട് ഈ ദുനിയാവിലെ ജീവിതം തകിടം മറിക്കാൻ സാധിക്കുമെന്ന്, അള്ളാഹുവിന് സാധിക്കുമെന്ന് ബോധ്യപ്പെടുത്താനാണ് ചില പരീക്ഷണങ്ങൾ നമുക്ക് നൽകുന്നത് എന്നാണ് ഈ ആയത്തുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യമാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നത്, വബലൗനാഹും ബിൽ ഹസനാതി വസ്സയ്യിആത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ കൊണ്ട് നമ്മളെ പരീക്ഷിക്കും, തിന്മ കൊണ്ടും പരീക്ഷിക്കും. എന്തിനാണ് പരീക്ഷിക്കുന്നത്? ലഅല്ലഹും യർജിഊൻ. അവർ അല്ലാഹുവിലേക്ക് മടങ്ങുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാൻ. എത്ര പരീക്ഷണങ്ങൾ! 2 കൊല്ലം മാരകമായ കൊറോണ എന്ന് പറയുന്ന മാരകമായ വൈറസ് നമ്മുടെ നാടിനെ മുറുകെ പിടിച്ചപ്പോൾ അന്ന് നമ്മൾ അനുഭവിച്ച മാനസിക സമ്മർദ്ദം എത്രയാണ്! അന്ന് നമ്മുടെ നാട് അനുഭവിച്ച സാമ്പത്തിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ അനുഭവിച്ച പ്രതിസന്ധികൾ എത്രയാണ് പ്രിയപ്പെട്ടവരെ! അത് മറന്നു. അന്ന് നമ്മൾ ഒന്നിച്ച് ജീവിച്ചപ്പോൾ, അന്ന് നമ്മൾ ചില തിരിച്ചറിവുകളിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മയുടെ വെളിച്ചം തന്നു. അതേപോലെ തന്നെ അല്ലാഹുവിൻ്റെ ബറക്കത്തുകൾ നമ്മുടെ മുന്നിലേക്ക് തുറന്നു തന്നു, ബറക്കത്തിൻ്റെ വാതിലുകൾ. പക്ഷേ വീണ്ടും അതിക്രമത്തിലേക്കും അക്രമത്തിലേക്കും തോന്നിവാസത്തിലേക്കും വൃത്തികേടിലേക്കും പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാഭാവികമായും മനുഷ്യന് ചില വാണിങ്ങുകൾ നൽകാറുണ്ട്, മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. ആ മുന്നറിയിപ്പുകൾപ്പെട്ട മുന്നറിയിപ്പാണിത് എന്ന കൃത്യമായ തിരിച്ചറിവുണ്ടാകണം. എന്തിനാണ് മുന്നറിയിപ്പുകൾ നൽകുന്നത്? ലഅല്ലഹും യർജിഊൻ. അല്ലാഹുവിലേക്ക് മടങ്ങുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാനാണെന്നും പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നത്, വലനുദീകന്നഹും മിനൽ അദാബിൽ അദ്ന ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. നാളെ പരലോകത്ത് വരാനിരിക്കുന്ന വമ്പിച്ച ശിക്ഷ, ആ ശിക്ഷയ്ക്ക് മുമ്പ് ദുനിയാവിൽ ചെറിയ ചെറിയ ശിക്ഷകളൊക്കെ പടച്ചോൻ തരും. അതെന്തിനാണെന്നറിയോ? ലഅല്ലഹും യർജിഊൻ. അവർ അല്ലാഹുവിലേക്ക് മടങ്ങുന്നുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ചു. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം വരുമ്പോൾ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ നിന്നിട്ടും കിടന്നിട്ടും ഇരുന്നിട്ടും നടന്നിട്ടും ഓടിയിട്ടും പടച്ചോനെ ഓർത്ത് അവന് ഇബാദത്തുകൾ ചെയ്ത് അവന് നമസ്കരിച്ച് അവന് ദിക്റുകൾ ചൊല്ലി നമ്മൾ ജീവിക്കും. ആ പ്രയാസം പടച്ചോൻ മാറ്റി തന്നാലോ പിന്നെ പടച്ചോന് നമ്മൾ മറക്കും. ഇത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. അതാണ് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ജീവിതത്തിൽ ചില മുന്നറിയിപ്പുകൾ അല്ലാഹു നൽകും. എന്തിനാണ്? അല്ലാഹുവിലേക്ക് മടങ്ങുവാനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സുബഹി നമസ്കാരം ക്ലിയർ ആണോ? നമ്മൾ ആലോചിച്ച് നോക്കണം. 5 നേരത്തെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമ്മുടെ സമീപനം എന്താണ്? നമ്മൾ ആലോചിച്ച് നോക്കണം. നമുക്ക് ബിസിനസ്സാണ്, നമുക്ക് തിരക്കാണ്, എല്ലാത്തിനും തിരക്കാണ്. നമുക്ക് നിസ്കരിക്കാൻ നമുക്ക് ആർക്കും സമയമില്ല. നേരത്തിന് പള്ളിയിൽ കയറാൻ നമുക്ക് ആർക്കും സമയമില്ല. ആകെ പള്ളിയിൽ വരുന്ന ദിവസം വെള്ളിയാഴ്ച മാത്രം. അവിടെ ആലോചിച്ചു. ഏത് വിഷയത്തിലും പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന വേദഗ്രന്ഥം മനുഷ്യരെ നന്മയിലേക്ക് നയിക്കാൻ, മനുഷ്യന് ഷിഫാഅൻ ലിമാ ഫിസ്സുദൂർ, ഹൃദയത്തിന് ശമനമായി അല്ലാഹു അവതരിച്ച വേദഗ്രന്ഥം.
ആ വേദഗ്രന്ഥം സഹോദരങ്ങളെ കഴിഞ്ഞ റമദാനിലാണ് നമ്മൾ എടുത്തത്. അത് അന്ന് മടക്കി വെച്ചതാണ്. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്ന് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യേണ്ട ദിവസമാണ്. നമ്മളിൽ എത്ര പേർ ഒന്ന് നെഞ്ചത്ത് കൈ ചേർത്ത് വെച്ചിട്ട് നമ്മളോട് ചോദിച്ചു നോക്ക്, നമ്മളിൽ എത്ര പേരത് ഇന്ന് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്ത എത്ര പേരുണ്ട്? ഇന്ന് സുബഹിക്ക് പള്ളിയിലെത്തിയവർ എത്ര പേരുണ്ട്? ഇന്ന് രാവിലത്തെ ദിക്ർ ചൊല്ലിയവർ എത്ര പേരുണ്ട്? ഇന്ന് സുബഹീൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചവർ എത്ര പേരുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ സ്വയം നമ്മളോട് ചോദിക്കണം ചില ചോദ്യങ്ങൾ. ഈ പരീക്ഷണങ്ങളൊക്കെ കണ്ടിട്ടും നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹ് പറയാണ് ലഅല്ലഹും യർജൂൻ, ഇതൊക്കെ പടച്ചോൻ തരുന്നത് നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങാനാണ് എന്ന് പരിശുദ്ധമായ ഖുർആനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. വീണ്ടും അള്ളാഹു സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, വമാ അസാബകും മിൻ മുസീബ, ഒരു മുസീബത്തും ഒരു പരീക്ഷണവും നിങ്ങളെ ബാധിക്കുന്നില്ല, ഫബിമാ കസബത് ഐദീകും, നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടല്ലാതെ. നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ മുഴുവനും മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഭൗതികമായി ചിന്തിക്കുമ്പോഴും മതപരമായി ചിന്തിക്കുമ്പോഴും എത്ര ശരിയാണ് മനുഷ്യൻ്റെ കൈകടത്തലുകൾ. നിങ്ങൾ നോക്കൂ, മനുഷ്യൻ്റെ കൈകടത്തലുകൾ നിമിത്തമാണ് ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രതിസന്ധികളും നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതാണ് എന്ന കൃത്യമായ ബോധ്യം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത്തരം പരീക്ഷണങ്ങൾ വരുന്ന സന്ദർഭങ്ങളിൽ ഒന്ന്, നമ്മുടെ നിസ്സാരതയും നിസ്സഹായതയും നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത്തത്, ഈ പരീക്ഷണങ്ങളൊക്കെയും അല്ലാഹു അവൻ്റെ രേഖയിൽ രേഖപ്പെടുത്തിയതാണ് എന്ന കൃത്യമായ ഖദറിൻ്റെ വിശ്വാസം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളകങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസികും, ഭൂമിയിൽ നിങ്ങൾക്കൊരു മുസീബത്തും ബാധിക്കുന്നില്ല, നിങ്ങളുടെ ശരീരത്തിലും ഒരു മുസീബത്തും നിങ്ങൾക്ക് ബാധിക്കുന്നില്ല. ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബലി അൻ നബ്റഅഹ, നമ്മൾക്ക് അത് സംഭവിക്കുന്നതിന് മുമ്പ് നമ്മുടെ രേഖയിൽ അത് രേഖപ്പെടുത്തിയിട്ടല്ലാതെ. ഇന്നദാലിക അലല്ലാഹി യസീർ, അത് അള്ളാഹുവിന് വളരെ എളുപ്പമാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നൊരു കാര്യമുണ്ട്. എന്തിനാണ് അള്ളാഹു നമ്മൾ ജനിക്കുന്നതിൻ്റെ 50,000 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ രേഖയിൽ നമുക്കെന്ത് സംഭവിക്കുന്നു എന്ന് രേഖപ്പെടുത്തി വെച്ചത്? ലികൈലാ തഅസൗ അലാ മാ ഫാതക്കും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ കൂടുതൽ നിരാശരാവാതിരിക്കാൻ വേണ്ടിയാണ്. വലാ തഫ്റഹു ബിമാ അതാക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സന്തോഷത്തിൽ അനുഗ്രഹത്തിൽ നിങ്ങൾ പരിധി വിട്ട് ആഹ്ലാദിക്കാതിരിക്കാൻ വേണ്ടിയുമാണ്. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അള്ളാഹു പരിധി വിട്ട് അഹങ്കരിക്കുന്നവരെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, ഇവിടെ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ പടച്ച റബ്ബ് നിശ്ചയിച്ചൊരു ദിവസം, അത് നിശ്ചയിച്ചൊരു സമയം, അത് എവിടെയാണോ അവിടെ വന്ന് റബ്ബിൻ്റെ പരീക്ഷണം നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന കൃത്യമായ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഖുർആൻ പറയുന്നൊരു കാര്യമുണ്ട്, വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ കെട്ടിപ്പൂട്ടിയ ഒരു ഭദ്രമാക്കിയ കെട്ടിടത്തിൻ്റെ ഉള്ളിലാണെങ്കിലും അള്ളാഹുവിൻ്റെ അവധി വന്നാൽ അവൻ്റെ മലക്കുകൾ വന്ന് നിങ്ങളുടെ റൂഹ് അവൻ കൊണ്ടുപോവുക തന്നെ ചെയ്യും. അത് അള്ളാഹുവിൻ്റെ ശക്തമായ തീരുമാനമാണ്. ഇവിടെ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട് സഹോദരങ്ങളെ. ഒന്ന്, ഭൂമി കുലുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ഇത്തരം അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഇതിൽ നിന്ന് രക്ഷ നേടാൻ. അതേപോലെ തന്നെ ഇതിലകപ്പെട്ട ആളുകളെ സഹായിക്കുന്ന വിഷയത്തിലെല്ലാം നമുക്കുണ്ടാകേണ്ട ചില നല്ല ചിന്തകളുണ്ട്. അതിലൊന്ന് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനമായി ഇത്തരം അപകടങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്ന് പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട് പ്രാർത്ഥനയെക്കുറിച്ച്, അദ്ദുആ, പ്രാർത്ഥനയെന്ന് പറയുന്നത് യൻഫു മിമ്മ ഖദ് നസല വമിമ്മ ലം യൻസിൽ, വരാനിരിക്കുന്നതിൽ, വന്നതിലും വരാനിരിക്കുന്നതിലും പ്രാർത്ഥന ഉപകാരപ്പെടും എന്ന് പറഞ്ഞാൽ, ഖദർ തടയാൻ, അള്ളാഹുവിൻ്റെ ഖദാ ഖദറിനെ തടയാൻ നമുക്ക് ഏറ്റവും, നമ്മുടെ റബ്ബിൻ്റെ ഖദാ ഖദറിനെ തടയാൻ പ്രാർത്ഥന കൊണ്ടല്ലാതെ വേറൊന്നുകൊണ്ടും സാധ്യമല്ല എന്നാണ് ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വ്യക്തി ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം, നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, മരണപ്പെട്ടവർക്ക് വേണ്ടി, മണ്ണടിഞ്ഞിട്ട് ഇന്നും കിട്ടാത്ത ആ മയ്യത്തുകൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്യണമെന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു വാചകമുണ്ട്, നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്നൊരു വാചകമുണ്ട്. അതൊരു വല്ലാത്ത വാചകമാണ്. മൻസറഹു
അയ്യുസ്തജീബല്ലാഹു ലഹു ഇൻദ ശദാഇദ്. പ്രതിസന്ധി വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ നമ്മൾ നോക്ക്, ചില അപകടത്തിൽപ്പെട്ടവരുടെ ചില ആളുകളുടെ സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണൊന്ന് കണ്ണീര് വരും. വീട്ടിൻ്റെ ഉള്ളിൽ കടന്നുറങ്ങുകയാണ്, ഒറ്റയടിക്കാണ് വെള്ളം വരുന്നത്. വീട്ടിൻ്റെ അടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ പൊന്തി വരികയാണ്. പേരക്കുട്ടികളെയും മക്കളൊക്കെ പിടിച്ചിട്ട് മുകളിലേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് രണ്ട് ഭാഗത്തുനിന്നും ചുമര് വന്നിട്ട് ശരീരത്തിലേക്ക് വീഴുന്നത്. അവിടെ ഞങ്ങൾ വിളിച്ചു പടച്ചോനെ, ഞങ്ങൾ പ്രാർത്ഥിച്ചു പടച്ചോനെ. നിങ്ങളൊന്ന് ആലോചിച്ചു, ആ ഘട്ടം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ആ സന്ദർഭം ഒന്ന് ആലോചിച്ചു നോക്ക്. അള്ളാന്റെ റസൂല് പറയാണ്, അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ അള്ളാന്റെ റസൂല് പറഞ്ഞെന്താ അറിയോ? ഫല്യുക്സിരി ദുആ ഫിർ റഖാ. നിങ്ങൾക്ക് ആരോഗ്യമുള്ള, നിങ്ങൾക്ക് സന്തോഷമുള്ള, നിങ്ങൾക്ക് സമാധാനമുള്ള സന്ദർഭത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായി അധികരിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പ്രതിസന്ധികളിലെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം തരും. ഇപ്പം നമുക്ക് സുഖമാണ്, നമ്മളെ വീടിനൊരു പ്രശ്നവുമില്ല, നമുക്ക് ആരോഗ്യത്തിനൊരു പ്രശ്നമില്ല. ഈ സമയത്ത് നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ പ്രാർത്ഥനകൾ അധികരിപ്പിച്ചാൽ, നമ്മൾ കുടുങ്ങുന്ന സമയത്ത് പ്രാർത്ഥിച്ചാൽ അള്ളാഹ് നമുക്ക് ഉത്തരം തരും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കണ്ടിട്ടും ഇത് കേട്ടിട്ടും ഇത് കണ്ടിട്ടും ഇത് കേട്ടിട്ടും പഠിച്ചിട്ടില്ലെങ്കിൽ എവിടുന്നാ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കുക? എവിടുന്നാണ് പ്രിയപ്പെട്ടവരെ നമുക്കൊരു മാറ്റം ഉണ്ടാവുക, നമുക്കൊരു പരിവർത്തനം ഉണ്ടാവുക? രണ്ടാമത്തെ കാര്യം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഒരു സമൂഹത്തെ അള്ളാഹുവിൻ്റെ ശിക്ഷ പിടികൂടുകയില്ല. നമുക്ക് രക്ഷപ്പെടാൻ, അള്ളാഹുവിൻ്റെ ബലായിൽ നിന്നും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എൻ്റെ പ്രവാചകൻ എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. എൻ്റെ പ്രവാചകൻ നിരന്തരമായി പറയാറുണ്ടായിരുന്നു. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, ജോലിക്കിടയിൽ നമുക്ക് പറഞ്ഞുകൂടെ പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന? നമുക്കും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൂടെ? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്തിൽ പറയുന്നൊരു വാചകമുണ്ട്, വഅഹ്ലുഹാ മുസ്ലിഹൂൻ. ആ നാട്ടിൽ തിന്മ കണ്ടാൽ ആ തിന്മക്കെതിരെ പ്രതികരിക്കുന്നവരുണ്ട്, അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. അള്ളാഹുവിൻ്റെ ബലായിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞെടുത്ത് പറയുന്നതാണ്, അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ്. മാത്രമല്ല, അവർ തിന്മ കണ്ടാൽ ആ തിന്മക്ക് നേരെ കണ്ണടക്കുന്നവരല്ല. അവർ ചെയ്തോട്ടെ, അവരും അവരുടെ പടച്ചോനായിക്കോട്ടെ, അങ്ങനെ പറയുന്നവരല്ല. ആ തിന്മക്കെതിരെ സംസാരിക്കുന്നവരാണ്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അതാണ് പറയുന്നത്. സ്വാലിഹ് എന്ന് പറഞ്ഞാൽ അവനവന്റെ ഇബാദത്തുമായി നടക്കുന്നവരാണ്. മുസ്ലിഹ് എന്ന് പറഞ്ഞാൽ തിന്മ കണ്ടാൽ, മൻ റആ മിൻകും മുൻകറ, ഒരു തിന്മ കണ്ടാൽ അരുതേ എന്ന് കൈപിടിച്ച് പറയാൻ പറ്റുന്നവൻ, നാവ് കൊണ്ട് പറയാൻ പറ്റുന്നവൻ, മനസ്സുകൊണ്ടെങ്കിലും വെറുക്കാൻ പറ്റുന്നവൻ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവൻ, റസൂലുള്ള പറയുന്നു, അല്ലാഹുവിൻ്റെ അപാരമായൊരു ശിക്ഷ വന്നു. ആ സമയത്ത് ആകാശത്തിലേക്ക് കൈകൾ നീട്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരല്ലെങ്കിൽ, നിങ്ങൾ തിന്മ വിരോധിക്കുന്നവരല്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ അതിശക്തമായ ശിക്ഷ നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നന്മ കൽപ്പിക്കുന്നിടത്ത് ആ സംഘത്തിൽ നമ്മൾ ഉണ്ടാകണം, തിന്മ വിരോധിക്കുന്ന സംഘത്തിൽ നമ്മൾ ഉണ്ടാകണം. സമൂഹത്തിലെ സാമൂഹ്യ വിപത്തുകൾക്കെതിരെ പോരാടുന്ന പ്രിയപ്പെട്ട യുവാക്കളെ നമ്മൾ അവിടെ നിലനിൽക്കണം. അത് നമുക്ക് ബലാകളിൽ നിന്ന് പടച്ചോ നമുക്ക് രക്ഷ നൽകുന്ന ഏറ്റവും നല്ല മാർഗമാണെന്ന് തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് സമകാലിക സമൂഹത്തിൽ ആണും ആണും ചേരുന്നു, പെണ്ണും പെണ്ണും ചേരുന്നു, സ്വർഗ വിവാഹങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പെണ്ണ് അങ്ങാടിക്ക് ഇറങ്ങട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ വരെ പറയാണ്, അതിനെന്താ കുഴപ്പമെന്ന്, അതിനെന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നതാരാ? മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ നേതാക്കന്മാരാണ്. അതാ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഒരു തിന്മ കണ്ടാൽ ആ തിന്മയോട് അരുതെന്ന് പറയാനുള്ളൊരു മനസ്സ് ഉള്ള ആളുകൾ ഈ സമൂഹത്തിലുണ്ടെങ്കിൽ ആ സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കുകയില്ല. ആ സമൂഹത്തിൻ്റെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ.
الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മറ്റൊരു മാർഗമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്ക കൊടുക്കുക. സ്വതക്ക തുത്ഫി ഗളബർ റബ്ബ്, അള്ളാഹുവിൻ്റെ കോപത്തെ കെടുത്തിക്കളയുന്ന ഒന്നാണ് സ്വതക്കയെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാടിൻ്റെ അഭിമാനമെന്ന് പറയുന്നത്, കേരളത്തിൽ എന്തു ദുരന്തങ്ങൾ സംഭവിച്ചാലും ഈ നാട്ടിൽ രാഷ്ട്രീയ മതവൈജാത്യങ്ങൾക്കതീതമായി എല്ലാ മനുഷ്യരും ഒരു മാലയിൽ കോർത്തിണക്കപ്പെട്ട മുത്തുമണികളെപ്പോലെ ഏകോദര സഹോദരങ്ങളായി സഹായിക്കുന്ന കാഴ്ചയാണ് അഭിമാനത്തോടുകൂടി നമുക്ക് കാണാൻ കഴിയുന്നത്. അതല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ വയനാട് ജില്ലയിലുള്ള നമ്മുടെ സഹോദരങ്ങൾ, അവർക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെ പുനരധിവസിപ്പിക്കാൻ ഒരുപാട് സാമ്പത്തിക ബാധ്യതകളുണ്ട്. അവർക്ക് മാസങ്ങളോളം നിലവിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയണമെങ്കിൽ സാമ്പത്തികമായ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ പള്ളിയിൽ അവർക്ക് വേണ്ടിയുള്ളൊരു ഫണ്ട് നമ്മൾ സ്വരൂപിക്കുന്നുണ്ട്. ഒരു രൂപ പോലും 50 പൈസ പോലും ഇതവർക്കല്ലാതെ ഉപയോഗിക്കുകയില്ല എന്ന ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കഴിവിൻ്റെ പരമാവധി അതിൽ നിങ്ങൾ സംഭാവന കൊടുക്കണം. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, 2 മലക്കുകൾ ഇറങ്ങി വരും ഓരോ പ്രഭാതത്തിലും. ആ മലക്കുകളിൽ ഒരു മലക്ക് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫ, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ. അല്ലാഹുവേ, കൊടുക്കുന്നവന് ഏറ്റി കൊടുക്കണേ, അല്ലാഹുവേ പിടിച്ചു വെക്കുന്നവന് നാശം കൊടുക്കണേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകൾ ഓരോ പ്രഭാതത്തിലും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മുടെ വീടാണ് നഷ്ടപ്പെട്ടതെങ്കിൽ, നമ്മുടെ ഉപ്പയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ, നമ്മുടെ ഉമ്മയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ, നമ്മുടെ കുടുംബമാണ് നഷ്ടപ്പെട്ടതെങ്കിൽ, നമ്മൾ അനുഭവിക്കുന്നൊരു വേദന, നമുക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നൊരു സഹായം നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ലഭിക്കുന്നൊരു സന്തോഷം, അത് മാത്രം ആഗ്രഹിച്ചാൽ മതി. എന്നാൽ നമുക്ക് കൊടുക്കാൻ കഴിയും. കൊടുക്കുന്ന സമയത്ത് പിശാച് നമ്മുടെ അടുത്ത് വരും. എന്നിട്ട് അവൻ നമ്മളോട് പറയും, ദാരിദ്ര്യത്തെക്കുറിച്ച് നമ്മളോട് പറയും. കൊടുത്താൽ തീർന്നു പോകും, കൊടുത്താൽ ഉണ്ടാകൂല. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞെന്താ അറിയോ? ആയത്തോതി പഠിപ്പിച്ചെന്താ അറിയോ? വയുർബി സ്വദഖാത്ത്, നിങ്ങൾ കൊടുത്തോ, കൊടുക്കുന്നതിനനുസരിച്ച് അള്ളാഹു നിങ്ങളുടെ കൊടുത്തതിനെ അള്ളാഹു വളർത്തി വലുതാക്കി നിങ്ങളുടെ കൈകളിലേക്ക് തരും. നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് തരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് അത്ഭുതം തോന്നിയത്, സോഷ്യൽ മീഡിയയിലെ ഓരോരുത്തരുടെ വാർത്തകളും ഇങ്ങനെ വായിച്ച് കേട്ടു പോകുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഒരു സഹോദരൻ്റെ ചെറിയൊരു മെസ്സേജാണ്. ആർക്കെങ്കിലും മുല കുടിക്കുന്ന കുട്ടി എങ്ങാനും ഉമ്മയില്ലാതെ പാല് കിട്ടാതെ വേദനിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ അതിന് തയ്യാറാണ്. അങ്ങനത്തെ കുറേ നല്ല മനസ്സിൻ്റെ ഉടമകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് ഈ നാട്ടിൽ പടച്ചവും വലിയ പരീക്ഷണങ്ങളൊന്നും തരാത്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടും നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ നല്ല മനസ്സും അത് മരണം വരെ, ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ആ സഹോദരങ്ങൾക്ക് അർഹിക്കുന്ന പ്രതിഫലം നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അവിടുന്ന് മരണപ്പെട്ട ഓരോ മനുഷ്യന്മാരെ എടുക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ ഒരുപാട് യുവാക്കൾ അവിടെയുണ്ട്. ഒരുപാട് യുവാക്കൾ അവിടുത്തെ ഓരോ പ്രവർത്തനത്തിൻ്റെ പിന്നിലും നമ്മുടെ നാട്ടിലെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന നമ്മുടെ നാട്ടിലെ യുവാക്കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അർഹിക്കുന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായി സഹായം ചെയ്യാൻ കഴിയുന്നവർ സാമ്പത്തികമായി സഹായിക്കണം. ഈ വലിയ ദുരന്തത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാടിനെയും ഈ നാടിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല
കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ കുടുംബങ്ങൾക്ക് ക്ഷമിക്കാനുള്ള ഇസ്സത്ത്, ക്ഷമിക്കാനുള്ള കരുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾ, മരണപ്പെട്ട മക്കൾ, മരണപ്പെട്ട കുടുംബങ്ങൾക്ക് ക്ഷമിക്കാനുള്ള കരുത്ത് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അത്തരം ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നാടിനെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നാടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.